DCB മീഡിയയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. PSC പോലുള്ള സർക്കാർ ജോലികൾ ലഭിക്കുന്നതിനും പ്രൊഫഷണൽ കോഴ്സുകൾക്ക് അഡ്മിഷൻ കിട്ടുന്നതിനുമൊക്കെയായി ധാരാളം വിദ്യാർത്ഥികളും ഉദ്യോഗാർത്ഥികളും അതിനായിട്ടുള്ള പരിശീലന എൻട്രൻസ് കോച്ചിംഗ് കോഴ്സുകൾക്ക് ചേരാറുണ്ട്. ഇങ്ങനെ പരിശീലനത്തിന് ചേരുന്നവർക്ക് സർക്കാരിൽ നിന്നും ലഭിക്കുന്ന 10,000 രൂപ വരെയുള്ള സഹായത്തിനെ പറ്റിയുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. മറ്റുള്ളവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്യുക. സർക്കാർ ജോലിക്കും പ്രൊഫഷണൽ കോഴ്സുകൾക്ക് ചേരുന്നതിനുമായുള്ള പരീക്ഷകൾക്കുള്ള പരിശീലന കോഴ്സുകൾക്ക് വിവിധ സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റുകൾ സഹായം നൽകുന്നുണ്ട്. പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്കും പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ മുഖേന പിന്നോക്ക വിഭാഗക്കാർക്കും മതന്യൂനപക്ഷ വിഭാഗക്കാർക്കും നൽകി വരുന്ന സഹായങ്ങളെപ്പറ്റി മിക്കവർക്കും അറിയാം. എന്നാൽ സംവരണാനുകൂല്യം ലഭിക്കാത്ത മുന്നോക്ക വിഭാഗക്കാർക്ക് സർക്കാർ ലഭ്യമാകുന്ന സഹായത്തെക്കുറിച്ച് പലർക്കും അറിഞ്ഞുകൂടാ. കേരള സംസ്ഥാനത്തെ സംവരണേതര സമുദായങ്ങളിൽപ്പെട്ടവരുടെ സമഗ്ര പുരോഗതിയും ക്ഷേമവും ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന കേരള സംസ്ഥാന മുന്നോക്ക സമുദായ ക്ഷേമ കോർപ്പറേഷനാണ് വിദ്യാസമുന്നതി പദ്ധതിയിലൂടെ ധനസഹായം നൽകുന്നത്. വിദ്യാസമുന്നതി മത്സരപരീക്ഷാ പരിശീലന സഹായം പദ്ധതിയുടെ കീഴിൽ ഗുണഭോക്താക്കളാകുന്ന അപേക്ഷകർക്ക് മെഡിക്കൽ എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷാ പരിശീലന ധനസഹായവും, തൊഴിലന്വേഷകരായ യുവജന വിഭാഗങ്ങൾക്ക് സിവിൽ സർവീസ്, ബാങ്ക്, PSC തുടങ്ങിയ മത്സരപരീക്ഷാ പരിശീലനത്തിനും ധനസഹായം നൽകി വരുന്നു. മെഡിക്കൽ എഞ്ചിനീയറിംഗ് പരിശീലനത്തിനായി ആഗ്രഹിക്കുന്ന ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കും ഹയർ സെക്കൻഡറി പരീക്ഷ പാസ്സായി 2 വർഷം കഴിഞ്ഞിട്ടില്ലാത്ത അപേക്ഷകർക്കും മികച്ച ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ മെഡിക്കൽ എഞ്ചിനീയറിംഗ് പരിശീലന ധനസഹായ പദ്ധതിയിലൂടെ ധനസഹായം നൽകി വരുന്നു. മെഡിക്കൽ എഞ്ചിനീയറിംഗ് പരിശീലന ധനസഹായ പദ്ധതിയിൽ 10,000 രൂപയാണ് ധനസഹായമായി ലഭിക്കുന്നത്. വിദ്യാസമുന്നതി, ബാങ്ക്, PSC മറ്റ് മത്സര പരീക്ഷകൾക്കുള്ള പരിശീലന സഹായ പദ്ധതിയിലൂടെ അഭ്യസ്തവിദ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് ബാങ്ക്, PSC മറ്റു മത്സര പരീക്ഷകൾക്ക് മികച്ച ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പരിശീലനം നേടുന്നതിന് 6,000 രൂപ വരെ ധനസഹായം നൽകുന്നു. അപേക്ഷകർക്ക് ബന്ധപ്പെട്ട തൊഴിലിന് ആവശ്യമായ കുറഞ്ഞ യോഗ്യത ഉണ്ടായിരിക്കണം. വിദ്യാസമുന്നതി സിവിൽ സർവീസസ് പരീക്ഷാ പരിശീലന ധനസഹായ പദ്ധതിയിലൂടെ ഉദ്യോഗാർത്ഥികൾക്ക് സിവിൽ സർവീസസ് പ്രിലിമിനറി, മെയിൻസ്, ഇൻ്റർവ്യൂ എന്നീ 3 ഘട്ടങ്ങളിലും വിദ്യാസമുന്നതി മത്സര പരീക്ഷാ പരിശീലന സഹായ പദ്ധതിയിൽ ധനസഹായം ലഭ്യമാണ്. പ്രിലിമിനറിക്കായി 15,000 രൂപയും മെയിൻസ് പരീക്ഷാ പരിശീലനത്തിനായി 25,000 രൂപയും ഇൻ്റർവ്യൂവിനായി 30,000 രൂപ വരെ ധനസഹായം ലഭ്യമാണ്. www.KSWCFC.org എന്ന വെബ്സൈറ്റ് വഴി ഡേറ്റ ബാങ്ക് രജിസ്ട്രേഷൻ ചെയ്യണം. രജിസ്ട്രേഷൻ ID ഉപയോഗിച്ച് ബാക്കിയുള്ള നടപടികൾ പൂർത്തിയാക്കേണ്ടതാണ്. ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, വാർഷിക വരുമാനം തെളിയിക്കുന്ന വില്ലേജ് ഓഫീസിൽ നിന്നുള്ള ഇൻകം സർട്ടിഫിക്കറ്റ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അപേക്ഷകരുടെ വാർഷിക വരുമാനം 2 ലക്ഷം രൂപയിൽ താഴെയായിരിക്കണം. ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, പരീക്ഷാ പരിശീലന സ്ഥാപനത്തിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ്. ഇതിൻ്റെ ഫോർമാറ്റ് വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കുവാൻ സാധിക്കുന്നതാണ്. ആധാർ കാർഡ്. ഇത്തരം രേഖകൾ സമർപ്പിച്ച് അപേക്ഷ പൂർത്തീകരിക്കുക. പിന്നീട് തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികളുടെ ഫോണിലേക്ക് മെസ്സേജ് വരുന്നതായിരിക്കും. തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾ ഓൺലൈനായി സമർപ്പിച്ചപ്പോൾ ലഭിച്ച പ്രിൻ്റ് കോപ്പിയും അതോടൊപ്പം തന്നെ മറ്റു രേഖകളും തപാൽ മാർഗം അയക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. പ്രൊഫഷണൽ കോഴ്സുകൾക്കും ഉദ്യോഗങ്ങൾക്കും വേണ്ടിയുള്ള മത്സര പരീക്ഷാ പരിശീലനത്തിന് ലഭ്യമാകുന്ന ഈ ധനസഹായങ്ങളെക്കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. മറ്റുള്ളവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.